ക്രൈസ്തവ പാരമ്പര്യത്തിലെ ഏറ്റവും പുരാതനവും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമായ ഉത്സവമാണ് ഈസ്റ്റർ. 2013 ഈസ്റ്ററിൻ്റെ മംഗളദിനത്തിൽ ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും എല്ലാ ദൈവജനത്തിനും ഹൃദയപൂർവമായ ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാലും പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാലും ഈ വർഷത്തെ കർഷാനുവാഴ്ചയുടെ ശുശ്രൂഷകൾ നമ്മുടെ കോട്ടയം വൈദിക സെമിനാരിയുടെ ചാപ്പലിൽ നടത്തുവാൻ തക്കവണ്ണം ദൈവസംഗതിയാക്കി തീർന്നു. ഇവിടുത്തെ എല്ലാ ശമാശന്മാരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും ഇവിടുത്തെ മാനേജർ അച്ഛൻ്റെയും സഹകരണത്തിൽ ഈ ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിച്ചു. അത് ദൈവത്തെ മഹത്വപ്പെടുന്നതോടൊപ്പം മാനേജർ അച്ഛനെയും ശമാശന്മാരെയും വൈദിക വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന എന്നോടുകൂടി എന്നും ഉണ്ടായിരിക്കണം. നിങ്ങളേവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വൈദിക ജീവിതം വളരെയേറെ കഷ്ടവും പ്രയാസവും ഉള്ളതാണ്. കഷ്ടാനുവാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നമുക്ക് വേണ്ടി തൻ വിജയമായി തീർന്ന രഹസ്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. വലിയ നോമ്പിൽ ആർജിച്ച ഇന്ദ്രജയത്തിൻ്റെയും സ്വയനിയന്ത്രണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും ശക്തി ഉൾക്കൊണ്ട് തുടർന്നുള്ള കാലഘട്ടങ്ങളിലും ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ അറിഞ്ഞിരിക്കുന്നില്ല വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? മഹത്വപൂർണമായ പുനരുത്ഥാനത്തിന് മുൻപേ നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടത വളരെ അത്യാവശ്യമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനു മുൻപേ കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. കഷ്ടതയെ അനുഗ്രഹപൂർണമായി കാണുവാൻ സാധിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. കഷ്ടതയെ പലപ്പോഴും ദുഃഖമായും ദോഷമായും ശാപമായും കരുതുന്ന ഈ ഒരു തലമുറ അത് മനസ്സിലാക്കുവാൻ ബന്ധപ്പെടും. ആകയാൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ കഷ്ടങ്ങൾ കൂടെയും നഷ്ടങ്ങൾ കൂടെയും കടന്നു പോകുന്നവർക്ക് മാത്രമേ മഹത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പെയിൻ ഉണ്ടായിരിക്കണം. മോർ ഗെയിൻ മീൻസ് മോർ പെയിൻ. മോർ പെയിൻ വിൽ ബ്രിങ് മോർ ഗെയിൻ. ആകയാൽ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ലഭിച്ചിട്ട് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ സാത്താൻ്റെ മേലും അവൻ്റെ എല്ലാവിധമായ തന്ത്രങ്ങളുടെ മേലും പാപത്തിന്മേലും മൂലമുണ്ടാകുന്ന മരണത്തിന്മേലുണ്ടാകുന്ന വിജയം നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അനുഭവം എന്ന് പറയുന്നത്. ദൈവമായുള്ള യോജിപ്പാണ്. The ultimate goal of Christian religion and Christian life is to re-establish the lost connection and communion with God. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം മൂലം നഷ്ടപ്പെടുത്തിയ ദൈവിക ബന്ധവും സംസർഗവും വീണ്ടെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആകയാൽ നമ്മുടെ ദൈവം ഈ ലോകത്ത് മനുഷ്യനായി അവതരിച്ചത് വീണുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ കഷ്ടാനുഭവത്തിലൂടെയും ക്രൂശ് മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ആ വീണ്ടെടുപ്പ് സാധിച്ചു. കർത്താവിൻ്റെ മനുഷ്യാവതാരവും തൻ്റെ ക്രൂശീകരണവും തൻ്റെ കബറടക്കവും തൻ്റെ പുനരുത്ഥാനവും ഒന്നിച്ചു കാണുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഈ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് വലിയൊരു രഹസ്യമാണ്. ഈ രഹസ്യം ദൈവികമായി ജീവിക്കുന്നവർക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടുന്നതാണ്. കുരിശെന്ന് പറയുന്നത് ധ്യാനപീഠവും ജ്ഞാനപീഠവുമാണ്. കുരിശ് കടന്നുകൊണ്ട് 10 സങ്കീർത്തനങ്ങൾ കർത്താവ് ധ്യാനിച്ച് ശാന്തമായി കഴിയുന്നു. 22-ാം സങ്കീർത്തനം തൊട്ട് തൻ്റെ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ കുരിശ് തറച്ചത് അവരുടെ അറിവുകേടാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നു. കർത്താവ് ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അജ്ഞത പൊറുക്കുകയും അജ്ഞനെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. യഥാർത്ഥമായ ജ്ഞാനം അജ്ഞതയെ തിരിച്ചറിഞ്ഞ് അജ്ഞതയെ പുറത്ത് അജ്ഞനെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അജ്ഞനെ അനുഗ്രഹിച്ച് അജ്ഞതയെ പുറത്ത് തൻ്റെ പീഡാനുഭവത്തിലൂടെ താൻ കബറടക്കത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ജീവിച്ച് സ്വർഗാരോഹണത്തിൽ കൂടെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ ശക്തി
നമുക്ക് പങ്കിടുവാൻ തക്കവണ്ണം താൻ തന്നിരിക്കുന്ന അനുഭവമാണ് പരിശുദ്ധ സഭയുടെ കൗദാശമായ ജീവിതം. ആകയാൽ സഭാ ജീവിതത്തിലൂടെ, കൗദാശ ജീവിതത്തിലൂടെ, നോമ്പനുഷ്ഠാനത്തിലൂടെ, ആധ്യാത്മിക ജീവിതത്തിലൂടെ ക്രിസ്തീയ ശക്തിയും കൃപയും അനുഭവിച്ചിട്ട് നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്ദകളും പഴികളും ദുഷികളും എല്ലാം സധൈര്യം നേരിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന രണ്ടനുഭവമാകുന്ന വിശ്വാസസ്ഥിരതയും കഷ്ടങ്ങൾ ധീരതയും പ്രാപിച്ചുകൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആകയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ദൈവികമായ എല്ലാവിധമായ ജീവിതത്തിലും പലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും നേരിടേണ്ടി വരും. അത് മുഴുവൻ മഹത്വപൂർണമായൊരവസ്ഥയിൽ എത്തിച്ചേർക്കുവാനാണെന്ന് ഉള്ള സന്ദേശമാണ് ഈ ഉയർപ്പിൻ്റെ സന്ദേശത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആകയാൽ ദൈവികമായി ജീവിക്കുമ്പോൾ നമുക്ക് പലവിധമായ കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്ദകളും പഴികളും ദുഷികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത് തളർന്നു പോകാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരുത്ഥാന പെരുന്നാൾ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷകരവും അനുഗ്രഹപ്രദവും ആനന്ദകരവുമായ പുനരുത്ഥാനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. വൈദിക പരിശീലനം പൂർത്തിയാക്കി സഭയുടെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്ദകളും എല്ലാം സഹിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ബലഹീന നമ്മുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. ഉദ്ധിതനായ ക്രിസ്തു ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്നത് സമാധാനവും രക്ഷയുമാണ്. സമാധാനമില്ലാത്ത ലോകത്ത്, പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞിരിക്കുന്ന ലോകത്ത് സമാധാന സന്ദേശവാഹികളായിട്ട് ഓരോ ക്രിസ്ത്യാനിയും മാറുമ്പോഴാണ് ഉയർപ്പ് പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായിത്തീരുന്നത്. ക്രിസ്തു അനുഭവം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ആത്മാവിൽ അറിയുന്ന അനുഭവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ ക്രിസ്തു അനുഭവം പ്രാപിക്കുമ്പോഴാണ് ഉദ്ധിതനായ ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി മാറുന്നത്. ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും പഴയ സെമിനാരി കുടുംബത്തിൻ്റെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായെ സ്ഥാപിച്ചു ശ്രേഷ്ഠൻ